വൻ അഴിച്ചുപണിക്കൊരുങ്ങി ബി.ജെ.പി. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിൽ ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. മോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ നിർണായകമായ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന അടുത്ത ആഴ്ച നടന്നേക്കുമെന്നാണ് സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ തലസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച മന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നോടിയായെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ നിന്നും മാറ്റിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളും മുൻനിർത്തി വൻ അഴിച്ചുപണിക്കാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. ഭരണരംഗത്തും സാമ്പത്തിക മേഖലയിലും വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ RBI ഗവർണറുമായ ശക്തികാന്ത് ദാസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ആലോചനയുള്ളതായാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹത്തിന് നിർണായകമായ വകുപ്പ് നൽകിയേക്കുമെന്നാണ് വിവരം. നിലവിലെ പ്രമുഖ മന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഹർദീപ് സിംഗ് പുരി എന്നിവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഇവരെ പാർട്ടി സംഘടനാ ചുമതലകളിലേക്ക് മാറ്റിയേക്കും. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സജീവമായ പാർട്ടി പ്രവർത്തനവും യുവ നേതൃത്വം എന്ന നിലയിലുള്ള പ്രതിച്ഛായയുമാണ് അദ്ദേഹത്തിന് അനുകൂലമാകുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ 6 MP-മാരെ കൂറുമാറ്റി ഷിൻഡെ പക്ഷത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ നീക്കത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ആം ആദ്മി പാർട്ടി വിട്ട് ബി.ജെ.പി. പാളയത്തിലെത്തിയ പ്രമുഖ നേതാക്കളായ രാഘവ് ചദ്ധ, അശോക് മിത്തൽ എന്നിവരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതായാണ് വിവരങ്ങൾ. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് രാഷ്ട്രീയമായി തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതുക്കിയ മന്ത്രിമാരുടെ പട്ടികയ്ക്ക് അന്തിമ രൂപമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം യുവമുഖങ്ങളുടെയും OBC സമൂഹങ്ങളുടെയും മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉത്തർപ്രദേശ് യൂണിറ്റിനായുള്ള പുതിയ ടീമിനെ വ്യാഴാഴ്ച ബി.ജെ.പി. പ്രഖ്യാപിച്ചു. എതിരാളിയായ സമാജ്വാദി പാർട്ടിയുടെ PDA വോട്ടെടുപ്പ് പ്ലാനിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുനഃസംഘടന നടത്തിയതെന്ന് പറയപ്പെടുന്നു. ബി.ജെ.പിയുടെ ദേശീയ ടീമിലും സമാനമായ ഒരു പുനഃസംഘടന നടക്കാൻ സാധ്യതയുണ്ട്. നിതിൻ നബീൻ പഞ്ചാബിൽ നിന്നും തിരിച്ചെത്തിയതേയുള്ളൂ. അടുത്ത വർഷം ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനാൽ നിതിൻ നബീന്റെ ടീമിൽ ഈ മേഖലയിൽ നിന്നുള്ള നേതാക്കൾക്ക് പ്രത്യേക സ്ഥാനം ലഭിച്ചേക്കാം. യുവാക്കൾക്കും വനിതാ നേതാക്കൾക്കും നിതിൻ നബീന്റെ ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജൂൺ 9-ന് മോദി സർക്കാർ മൂന്നാം തവണയും 2ാം വർഷം പൂർത്തിയാക്കി. ചില മന്ത്രിമാർക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ അതൃപ്തിയോ ഇല്ലാതെ സർക്കാർ 3ാം വർഷത്തിലേക്ക് കടക്കുന്നതിനാൽ ഈ വാരാന്ത്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന നടന്നേക്കാം. പുനഃസംഘടനയുടെ ശ്രദ്ധ വിമതർക്ക് പ്രതിഫലം നൽകുന്നതിലേക്കായിരിക്കും. ബി.ജെ.പിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ 20 ലോക്സഭാ വിമത MP-മാരും 6 പുതിയ ശിവസേന UBT വിമത MP-മാരും 7 AAP രാജ്യസഭാ അംഗങ്ങളുമുണ്ട്. TMC വിമതർ അത്ര അറിയപ്പെടാത്ത പാർട്ടിയായ NPCIയിൽ ചേർന്നപ്പോൾ സേന UBT വിമതർ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്നു. മറുവശത്ത് വിമത AAP രാജ്യസഭാ MP-മാർ ബി.ജെ.പിയിൽ ചേർന്നു. NDAയുടെ ശക്തി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിഫലമായി അവരിൽ ചിലരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ബി.ജെ.പി. ശ്രമിക്കും. അവസാന നിമിഷം വരെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധാലുവാണെങ്കിലും ചില പഴയ മുഖങ്ങൾ വെട്ടിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പേപ്പർ ചോർച്ചയുടെ പേരിൽ വിമർശിക്കപ്പെടുന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് സംഗീതത്തെ അഭിമുഖീകരിക്കുന്നത്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് പകരം മറ്റൊരു സിഖ് പഞ്ചാബ് മുഖം വന്നേക്കാം. എന്നിരുന്നാലും വകുപ്പ് വ്യത്യസ്തമായിരിക്കും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, രാജ്യസഭാ MP-മാരായ രാഘവ് ചദ്ധ, അശോക് മിത്തൽ, മുൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മുൻ രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റേ എന്നിവർക്ക് പുറമെ ഡസൻ കണക്കിന് അപ്രതീക്ഷിത പേരുകളും ഉൾപ്പെടുത്തിയേക്കാം. ശക്തമായ RSS ബന്ധമുള്ള ബി.ജെ.പി. നേതാവ് തരുൺ ചുഗിനും മോദി 3.0 മന്ത്രിസഭയിൽ ഇടം ലഭിച്ചേക്കാം. നിർമ്മല സീതാരാമൻ, മനോഹർ ലാൽ ഖട്ടർ, നിതിൻ ഗഡ്കരി എന്നിവരുടെ വകുപ്പുകൾ മാറിയേക്കുമെന്നും സൂചനകൾ വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.